മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പാലക്കാട് രൂപത ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ഉൾപ്പെടെയുള്ളവർ മുനമ്പത്തെ സമരപന്തലിലെത്തി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ രൂപതയുടെ നീക്കത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പാലക്കാട്ടെ 3 മുന്നണി സ്ഥാനാർത്ഥികളും മുനമ്പം വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് പാലക്കാട് രൂപത ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് രൂപത ബിഷപ്പ് ഉൾപ്പെടെ മുനമ്പം സമരപന്തലിലെത്തിയത്. ഇതിന്റെ ഭാഗമായി പാലക്കാട് സെന്റ് റാഫേൽ കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുനമ്പം ഐക്യദാർഢ്യ ദിനാചരണം സംഘടിപ്പിച്ചു. കാലത്ത് 6:30 നടന്ന ആദ്യ കുർബാനയ്ക്ക് ശേഷമാണ് മുനമ്പം ഐക്യദാർഢ്യ ദിനാചരണം സംഘടിപ്പിച്ചത്. മുനമ്പം ജനതയ്ക്ക് നീതി ലഭ്യമാക്കുക, അന്യായ അധിനിവേശങ്ങൾ തടയുക, വഖഫ് നിയമം മുൻകാല പ്രാബല്യത്തോടെ ഭേദഗതി ചെയ്യുക, രാഷ്ട്രീയ പാർട്ടികളുടെ ജനവഞ്ചന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പരിപാടി നടത്തിയത്. ഫാദർ ജോഷി പുലിക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മുനമ്പത്തെ ജനതയ്ക്ക് നീതി ലഭിക്കും വരെ ഒറ്റക്കെട്ടായി പോരാടുമെന്ന് അദ്ദേഹം പറഞ്ഞു. മുനമ്പം ജനതയുടെ വേദന പാലക്കാട്ടുകാരുടേതുമാണെന്നും രൂപത ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ മുനമ്പത്തെ സമരപന്തലിൽ പ്രസംഗിക്കവേ പറഞ്ഞു. നിയമത്തെ ജനത്തിന് ഗുണകരമായി മാറ്റണമെന്നും പാലക്കാട്ടുകാർക്ക് കൈകെട്ടിയിരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലക്കാട് ജനതയെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ആശങ്കകൾ കേരളത്തിൽ മൊത്തം ഉണ്ടാകാം എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് മുൻപത്താണെങ്കിൽ നാളെ മറ്റെവിടെയെങ്കിലും ആണ്. അത് അല്പം ബുദ്ധിയുള്ള ഏത് ജനതയ്ക്കും മനസ്സിലാവും. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു വിലയിരുത്തൽ പാലക്കാടത്തെ ജനതയിൽ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. രാഷ്ട്രീയം ഞാൻ പറഞ്ഞ ഒരിക്കലും മുനമ്പം ഒരു രാഷ്ട്രീയ ഇരയായിട്ട് മാറാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. അതേസമയം ഇവിടെയുള്ള ജനത്തിന് നീതി കിട്ടുകയും വേണം. അതിന് നീതി നടത്തിക്കൊടുക്കാൻ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, അത് നടത്തിക്കൊടുക്കുവാനായിട്ടുള്ള നടപടികൾ എടുക്കുന്നവരോട് ജനം അനുകൂലമായി സമീപനം കാണിച്ചാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ധ്രുവീകരണമല്ലല്ലോ. ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു മത സമൂഹത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ധ്രുവീകരണ പരിപാടിയായിട്ടല്ല വൈദികർ രംഗത്തിറങ്ങും. എല്ലാവർക്കും വേണ്ടി തന്നെയാണ്. UTV ന്യൂസ് പാലക്കാട്.